ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബർഡൻ ഓഫ് പ്രൂഫിനെ കുറിച്ചാണ്. പാർട്ട് 4 ചാപ്റ്റർ 7 സെക്ഷൻ 104 മുതൽ സെക്ഷൻ 120 വരെയുള്ള സെക്ഷൻസാണ് ഈ പറയുന്ന ബർഡൻ ഓഫ് പ്രൂഫിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 104 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 104 ആണ് ബർഡൻ ഓഫ് പ്രൂഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ബർഡൻ ഓഫ് പ്രൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ലിഗേഷൻ ടു പ്രൂവ് എ ഫാക്റ്റ്, അതായത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് പ്രൂവ് ചെയ്യേണ്ട ഒബ്ലിഗേഷൻ ആർക്കാണ്, അതാണ് ഈ പറയുന്ന ബർഡൻ ഓഫ് പ്രൂഫ്. സോ അതിനൊരു ജനറൽ റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹീ ഹൂ അസേർട്ട് മസ്റ്റ് പ്രൂവ്, ആരാണോ ക്ലെയിം ചെയ്യുന്നത് അയാളായിരിക്കണം അത് പ്രൂവ് ചെയ്യേണ്ടത്. സോ ബർഡൻ ഓഫ് പ്രൂഫ് ആ ക്ലെയിം ചെയ്യുന്ന ആളുടെ അടുത്തായിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോർട്ട് നമ്മുടെ ഫേവറിനൊരു കേസ് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കണം നമ്മുടെ ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഫാക്റ്റൊക്കെ പ്രൂവ് ചെയ്യേണ്ടത്. ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദ പേഴ്സൺ ഹു അലർജ് ഇറ്റ്, നോട്ട് ഓൺ ദ പേഴ്സൺ ഹു ഡിനൈസ് ഇറ്റ്. സോ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് ഒരു കാര്യം അവിടെ നടന്നു എന്ന് പറയുന്ന ആൾക്കായിരിക്കും, അല്ലാതെ അത് ഡിനൈ ചെയ്യുന്ന ആൾക്കായിരിക്കില്ല. നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇപ്പോൾ ബി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അവിടെ എ ആയിരിക്കണം ബി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ എക്കായിരിക്കും ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. സോ ബർഡൻ ഓഫ് പ്രൂഫ് രണ്ട് രീതിയിലുണ്ട്. ലീഗൽ ബർഡനും ഉണ്ട്, പിന്നെ എവിഡൻഷ്യൽ ബർഡനും ഉണ്ട്. സോ ഒരു ക്രിമിനൽ കേസിൽ അക്യൂസിനെ ഒരു നിരപരാധിയായിട്ടായിരിക്കും എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനാണ് ഇവിടെ അക്യൂസിന് അഗെയിൻസ്റ്റ് ഓരോരോ ചാർജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ്റെ അടുത്തായിരിക്കും. ഇനി ചില കേസ് എടുക്കുകയാണെങ്കിൽ ആ ചില കേസിൽ മാത്രം ഈ പ്രോസിക്യൂഷൻ അടുത്തുനിന്ന് ഈ ബർഡൻ ഓഫ് പ്രൂഫ് മാറും. ഇനി നമ്മൾ സിവിൽ കേസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിവിൽ കേസസിൽ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് പ്ലെയിൻറ്റിഫിൻ്റെ അടുത്തായിരിക്കും. കാരണം സിവിൽ കേസസിൽ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. സോ അതുകൊണ്ടാണ് ഈ പ്ലെയിൻറ്റിഫിൻ്റെ അടുത്ത് തന്നെ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 105 എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ സെക്ഷൻ 105 പറയുന്നത് ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീഡിങ്ങിൽ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് ആരാണോ എവിഡൻസ് കൊടുത്തില്ലെങ്കിൽ ആ സ്യൂട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീഡിങ്സിൽ ഫെയിൽ ആകുന്നത് അവർക്കായിരിക്കും. നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇവിടെ ബിയുടെ പൊസഷനിലുള്ള ലാൻഡിന് വേണ്ടിയിട്ട് എ ബീനെ സ്യൂ ചെയ്യുകയാണ്. ഇവിടെ എ ക്ലെയിം ചെയ്യുന്നത് ബിയുടെ ഫാദറായിട്ടുള്ള സിയുടെ വില്ല് പ്രകാരം ആ ലാൻഡ് എയുടെ ആണെന്നാണ്. അപ്പോൾ ഇവിടെ എ എവിഡൻസ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് പൊസഷനിൽ തന്നെ തുടരാൻ സാധിക്കും. അതേപോലെ തന്നെ എ ഇതിൽ ഫെയിൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബർഡൻ ഓഫ് പ്രൂഫ് ഇവിടെ എക്കാണുള്ളത്. ഇവിടെ പറയുന്നത് സിവിൽ കേസസിലാണ്. In civil cases, the burden of proof usually rests on the party who brings the case, because if no evidence at all is given, that party would lose. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിവിൽ കേസസിൽ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് പ്ലെയിൻറ്റിഫിൻ്റെ കയ്യിലാകും. കാരണം ഇവിടെ എവിഡൻസ് കൊടുത്തില്ലെങ്കിൽ പ്ലെയിൻറ്റിഫ് ആകും ഫെയിലാകുക. മാത്രമല്ല ഈ ഡിഫെൻഡിന് ആകെ ഈ പ്ലെയിൻറ്റിഫ് കൊടുത്ത എവിഡൻസ് ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് ഇവിടെ ഡിഫെൻഡിന് പ്രത്യേകിച്ച് ഒരു ബർഡൻ ഓഫ് പ്രൂഫ് അറൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു.